എല്ലാവർക്കും 90s വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് RX-FS430 എന്ന് പറഞ്ഞ നാഷണൽ പാനസോണിക്കിൻ്റെ ഒരു 1993 റിലീസായ ഒരു മോഡലാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ കാണിക്കുന്നത്. ഞാനിത് റീസ്റ്റോറിങ് വീഡിയോ ആണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. പഴയകാല മെമ്മറീസ് ആയിട്ടുള്ള ടേപ്പ് റെക്കോർഡർ, അതുപോലുള്ള റേഡിയോസ്, അതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് അതിനെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിനി റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. റീസ്റ്റോറിൻ്റെ ആദ്യം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഓരോ പോർഷൻസും ഡിസ്മാൻറ്റിൽ ചെയ്തെടുക്കണം. നമുക്കിതിൽ മെയിനായിട്ട് 3 PCB ആണ് വരുന്നത്. ഒന്ന് പവർ PCB, മറ്റൊന്ന് ആംപ്ലിഫയർ PCB, മറ്റൊന്ന് ട്യൂണർ PCB. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യമായിട്ട് ട്യൂണറിൻ്റെ ഒരു ട്യൂണിങ് പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. അത് ഡിസ്മാൻറ്റിൽ ചെയ്തു. പിന്നെ നമ്മൾ ഡെക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. അതിൽ എല്ലാ ബട്ടൺസും പ്രോപ്പറായി വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ. നമുക്ക് ഡെക്ക് വലിയ കുഴപ്പം കാണുന്നില്ല. സംഭവം അതിൻ്റെ സ്ക്രൂവും കൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്കതിനെ ഡിസ്മാൻറ്റിൽ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ കുറച്ച് സ്ക്രൂകളേ ഉണ്ടായിരുന്നുള്ളൂ, എളുപ്പത്തിൽ എടുക്കാൻ നമുക്ക് സാധിച്ചു. കാരണം അത് ഡെഡ് കണ്ടീഷനിൽ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മോട്ടറിൻ്റെ കണക്ഷൻസാണ് നോക്കുന്നത്. മോട്ടറിൻ്റെ ഒരു മോളക്സ് കണക്ടർ 2.5 mm പിച്ചുള്ള ഒരു മോളക്സ് കണക്ടറിൽ നിന്ന് അതിൻ്റെ കണക്ഷൻസ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഡെക്കിനെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, ഒന്ന് പരിശോധിക്കുകയാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. ഡെക്ക് പരിശോധിച്ചപ്പം എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. അതിന് മറ്റു പ്രശ്നങ്ങളൊന്നും അതിൽ കാണുന്നില്ല. ആകെ കുഴപ്പമുള്ളത് അതിൻ്റെ ഡബിൾ ബെൽറ്റ് സിസ്റ്റത്തിൽ ബെൽറ്റ് പോയിരിക്കുകയാണ്. ബെൽറ്റ് ഒരെണ്ണം ഭയങ്കര ലൂസാണ്. അതായത് ഫ്ലൈ വീലിൽ നിന്ന് മോട്ടറിലേക്കുള്ള കണക്ഷൻസിൻ്റെ ബെൽറ്റ് ഭയങ്കര ലൂസാണ്. മറ്റ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഹെഡായാലും ഇറൈസ് ഹെഡായാലും പിഞ്ച് റോളറായാലും മറ്റ് ഗിയേഴ്സ് ആയാലും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ട്യൂണിംഗ് നോബ്. ട്യൂണിംഗ് ബോർഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ട്യൂണിംഗ് ബോർഡ് ഒരു 5 പിൻ മോളക്സ് വെച്ചിട്ട് നമ്മൾ മെയിൻ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റെക്കോർഡിംഗ് ആൻഡ് പ്ലേ സെഷൻ എന്ന് പറയുന്നത്. അതായത് ഓഡിയോ സെഷൻ എന്ന് പറയുന്നത് മെയിൻ സെഷൻ ടേപ്പിൻ്റെ. പിന്നെ ഇൻബിൽറ്റ് മൈക്ക് ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ LA4109 എന്ന് പറഞ്ഞാൽ അനലോഗ് IC. 3.5 വാട്ട്സ് ആണ് RMS ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പോലെ 7 വാട്ട്സ് നമുക്ക് ഇതിൽ നിന്ന് ഇൻബിൽറ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ഫോമർ നമുക്ക് റിമൂവ് ചെയ്യാം. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 220 to 9 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. 220 മാത്രമല്ല, അതിൽ മൾട്ടിപ്പിൾ വൈൻഡിങ്സ് ഉണ്ട്, ഇൻപുട്ട് വൈൻഡിങ്സ്, ഡിഫറെൻറ്റ് ടാപ്പിങ്സ് ഉണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ പോർഷൻസ് പൂർണ്ണമായിട്ട് ബോർഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഡയോഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, റെക്ടിഫയർ ഡയോഡ്സൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ വോൾട്ടേജ് സെലക്ഷൻ പോർഷൻ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ബോർഡുമായിട്ട് നമ്മുടെ DC ബാറ്ററിയുടെ ഒരു ഇൻപുട്ട് പോർഷൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്താലേ ഈ പോർഷൻ നമുക്ക് പൂർണ്ണമായിട്ട് ഡിസ്മാൻറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ആ പവർ സപ്ലൈയുടെ ബോർഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. അതിൽ വൈൻഡിങ്സ് കാര്യങ്ങളിലൊക്കെ കുറച്ച് മണ്ണ് ചെളിയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. വേറെ കമ്പോണൻസിൽ നിന്ന് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. C7 കണക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് പവർ കോഡായിട്ട്. പിന്നെ വോൾട്ടേജ് സെലക്ടർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു സ്പ്രിംഗ് പോർഷനും കൂടെ ഇത് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് മെയിൻ ബോർഡാണ് റിമൂവ് ചെയ്യാനുള്ളത്. മെയിൻ ബോർഡ് റിമൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വോളിയം കൺട്രോളിൻ്റെ നോബും അതുപോലെ സെലക്ടർ സ്വിച്ചിൻ്റെ നോബും കൂടെ റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ക്രൂസ് ഉണ്ട്, 2-3 സ്ക്രൂസ് എവിടെയൊക്കെ ആയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് നമുക്കത് റിമൂവ് ചെയ്യണം. അതുപോലെ സെലക്ടേഴ്സിൻ്റെ സ്വിച്ച് സെലക്ടറിൻ്റെ കണക്ടറും സ്വിച്ച് സെലക്ടറിൻ്റെ നോബും മറ്റു കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്തു. ഇനി നമ്മളത് ജസ്റ്റ് പതുക്കെ ഒന്ന് പൊക്കിയെടുക്കുകയാണ്. അതിൻ്റെ പോർഷൻ പൊക്കിയെടുക്കുകയാണ്. ആ മോളക്സ് റിമൂവ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് റിമൂവബിൾ അല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്പീക്കർ കണക്ഷൻസ് റിമൂവ് ചെയ്തു. ഇനി അടുത്ത സ്പീക്കറാണ് റിമൂവ് ചെയ്യാനുള്ളത്. സ്പീക്കർ 4 സ്ക്രൂവിൽ അവർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ മാനുവൽസ് നോക്കിയപ്പം അത് സ്പീക്കറല്ല, അത് വൂഫേഴ്സ് ആണെന്നാണ് എനിക്ക് കാണാൻ പറ്റിയത്. 4 വൂഫേഴ്സ്. അതുപോലെ തന്നെ 1.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ട്വീറ്ററും കൂടെ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വയറാണ് ആ ചുവപ്പും കറുപ്പും. ഓക്കെ, അപ്പോൾ ഇനി അത് കട്ട് ചെയ്യുകയാണ്. എനിക്ക് ആക്ച്വലി അത് ട്വീറ്റർ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, അവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരം ഞാൻ ട്വീറ്റർ കട്ട് ചെയ്തെടുക്കുകയാണ്. ട്വീറ്ററിൻ്റെ വയർ സ്പീക്കറിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. സ്പീക്കർ അതിൻ്റെ 2.7 ohm ആണ്. അതിൻ്റെ പേപ്പറൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ഫംഗൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഉപയോഗിക്കാതെ വെച്ചിട്ട് അത് വളരെ കേടായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സ്പീക്കറിനും അതുപോലെ തന്നെ പരിതാപകരമായ അവസ്ഥയിലാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയ അവസ്ഥയിൽ നമുക്ക് ഓരോ ബോർഡും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരിട്ട് ഇതിലേക്ക് 230 വോൾട്ടേജ് കൊടുക്കുന്നില്ല. അതിന് പകരം അതിൻ്റെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ്, ട്രാൻസ്ഫോമറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സപ്ലൈ കൊടുക്കുന്നുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ട്രാക്ക് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ ഇതിൽ സെലക്ടർ ഉണ്ട്, അതായത് വോൾട്ടേജ് സെലക്ടർ പോർഷൻ ഉണ്ട്. അതാണ് ഈ 3 വൈൻഡിങ്സ് പ്രൈമറിയിൽ എക്സ്ട്രാ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ വൈൻഡിങ്സും പിന്നെ നമുക്ക് ഇതാണ് പ്രൈമറി വരുന്നത്. സപ്ലൈ വന്നിട്ട് ട്രാക്ക് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാണ്. സപ്ലൈ വന്നിട്ട് സെലക്ടേഡിലേക്ക് പോയി. ഓക്കെ, അവിടെ ന്യൂട്രൽ വന്നു. മറ്റേത് അവിടെ പോയിട്ട് സെലക്ടേഴ്സിലേക്ക് പോയിട്ട് ആ സെലക്ടറിൻ്റെ ആ ഒരു സ്വിച്ച് വഴിയാണ് ഇതിൻ്റെ വൈൻഡിങ്സിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇൻപുട്ട് സൈഡ് നമ്മൾ ആദ്യം മൾട്ടിമീറ്ററിൽ ഓം റേഞ്ച് ഇടുക. ഓം റേഞ്ച് ഇട്ടിട്ട് നമുക്ക് ആ 2 വൈൻഡിങ്സ് തമ്മിലുള്ള റെസിസ്റ്റൻസ് എത്രയുണ്ടെന്ന് നോക്കുക. ആക്ച്വലി വളരെ കുറവ് റെസിസ്റ്റൻസാണ് വരേണ്ടത്. എനിക്ക് ആദ്യത്തെ 2 നോക്കിയപ്പോൾ 139.8 ഓംസും പിന്നെ രണ്ടാമത്തെ വെച്ച് നോക്കുമ്പോൾ 420 ഓംസും മൂന്നാമത്തെ വെച്ച് 519 റേഞ്ചാണ് വന്നത്. വളരെ കുറഞ്ഞ ഓംസാണ് വരേണ്ടത്. കാരണം എനിക്ക് മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ അത് വരുന്നത് സെലക്ടർ വഴിയാണ്, സെലക്ടർ സ്വിച്ച് വഴിയാണ്. സെലക്ടർ സ്വിച്ചിൻ്റെ കണക്ടർ ഇമ്പിഡൻസും അതുപോലെ തന്നെ അതിനകത്ത് ഇൻബിൽറ്റായിട്ട് ഫ്യൂസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ആ ഫ്യൂസിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് കൂടെ ആഡ് ആയിട്ടായിരിക്കും ഇൻപുട്ടിൽ വരുന്നത്. ഔട്ട്പുട്ടിൽ എനിക്ക് 1.1ഉം 2.4ൻ്റെ ഒരു റേഞ്ച് ഔട്ട്പുട്ട് പ്രോപ്പറായി കിട്ടി. വളരെ ലെസ് റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. RVD1SR 35TR എന്നുള്ള ഡയോഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2.7 ഓം ആയിട്ടുള്ള നമ്മുടെ സ്പീക്കേഴ്സും ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ എഴുതിയിരിക്കുന്ന വാല്യൂ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് എക്സാക്ട്ലി 2.8 നമുക്ക് കിട്ടി. ഏകദേശം അല്ല, ഓൾമോസ്റ്റ് അതിന് വൈൻഡിങ്സിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ആകെ കുഴപ്പമുള്ള അതിൻ്റെ പേപ്പർ ഫംഗൽ വന്നിട്ടുണ്ട്, അത് കീറിയിട്ടുമുണ്ട്. അതുപോലെ മറ്റേ സ്പീക്കറും അതേപോലെ തന്നെ ചെക്ക് ചെയ്യാം. രണ്ടും നമുക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ട്യൂണർ ബോർഡ് എടുക്കാം. ട്യൂണർ ബോർഡ് എന്ന് പറയുന്നത് BA1442 എന്ന് പറഞ്ഞാൽ ഒരു IC ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് FM AM കൂടെ ചെയ്യാൻ പറ്റുന്നൊരു IC ആണ് ഡെവലപ്പ് ചെയ്യുക. 9 വോൾട്ടാണ് അതിൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് വരുന്നത്. അപ്പം നോർമൽ റെക്കമെൻഡഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 3.8 to 8 വോൾട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 വോൾട്ടിലാണ് അത് വർക്ക് ആവുന്നത്. ആ ബോർഡിലേക്ക് 6 വോൾട്ടാണ് പോകുന്നത്. ആ മോളെക്സിൻ്റെ കണക്ടറിൽ നമുക്ക് ആ വോൾട്ടേജ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൽ ഫ്ലൈ വീൽ കാണാൻ പറ്റും, ട്യൂണിങ് ഫ്ലൈ വീല്. അത് മൊത്തം അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കമ്പോണൻസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് മെയിൻ ബോർഡിലേക്ക് പോകാം. മെയിൻ ബോർഡിൽ നമ്മൾ അതിൻ്റെ ഓഡിയോ സെക്ഷനിലേക്കാണ് പോകുന്നത്. ടേപ്പ് റെക്കോർഡറിൻ്റെ ഓഡിയോ സെക്ഷനാണ് ഈ കാണുന്നത്. അത് ബേസ് ചെയ്തിട്ട് ഒരു BA1442 എന്ന് പറഞ്ഞൊരു IC നമുക്ക് കാണാൻ പറ്റും. അത് പ്രീ ആംപ്ലിഫയർ ആണ്. ആ പ്രീ ആംപ്ലിഫയറിലാണ് നമുക്ക് ഇതുപോലെ വോളിയം കൺട്രോളറും മറ്റു കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ നിന്നാണ് നമുക്ക് ഇൻപുട്ട് ചെയ്യുന്നത്. മറ്റു സംഭവങ്ങളും സബ് സർക്യൂട്ട്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. LA4108 എന്ന് പറഞ്ഞ IC ആണ്. അത് 3.5 വാട്ടാണ് ഒരു ചാനൽ. 2 ചാനൽ കൂടെ 7 വാട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ഈ മെയിൻ ബോർഡിനകത്ത് വരുന്നത്. അതുപോലെ ഒരു ഇൻബിൽറ്റ് മൈക്കും ഉണ്ട്. പിന്നെ ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സും പിന്നെ മോട്ടറിലേക്കും അതിലുള്ള മോളക്സ് കണക്റ്റേഴ്സൊക്കെ ഉണ്ട്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ, അതിനകത്തുള്ള പ്ലാസ്റ്റിക് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് അതിലേക്ക് മുക്കി സോപ്പും ബ്രഷൊക്കെ വെച്ച് നന്നായി ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ PCBകളൊക്കെ ഒന്ന് ഐസോപ്രോപ്പൈൽ വെച്ച് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഐസോപ്രോപ്പൈൽ സ്പ്രേ ചെയ്ത് ഓരോ ബോർഡിലേക്കും നന്നായി സ്പ്രേ ചെയ്ത് നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 1993 മാനുഫാക്ചർ ചെയ്തൊരു ബോർഡാണ്, ഈ ബൂം ബോക്സ് ആണ്. അപ്പോൾ അതിലെ ആ ഒരു മഞ്ഞ കളറിൽ കാണുന്ന ഫ്ലെക്സ് ആണ്. അതിൻ്റെ ഫ്ലെക്സിൻ്റെ ഒരു ഒട്ടിപ്പ് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടാണ് അത് പോയത്. 1993 മുതലേ ആ ഒട്ടിപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മുടെ ഡെക്കാണ്. ഡെക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹെഡ്, റൈസ് ഹെഡ്, പിന്നെ അതിൻ്റെ ഓരോ ബട്ടൺസ്, ഗിയറുകൾ എല്ലാം നമുക്ക് അതിൻ്റെ റോളേഴ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ട്യൂണർ സെഷൻ്റെ ഓരോ ICകൾ നമുക്ക് ക്ലീൻ ആയിട്ട് എടുക്കാം. ഞാൻ മൊത്തം വീഡിയോ കാണിക്കുന്നില്ല, കുറേശ്ശെ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ലെങ്ത്ത് കൂടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി, നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ PCBകളൊക്കെ ഐസോപ്രോപ്പൈൽ വെച്ചിട്ട് കഴുകി തുടച്ച് ജസ്റ്റ് വെയിലത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും. സ്പീക്കർ ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ വെയിലത്ത് ഉണക്കാനായി വെച്ചിരിക്കുകയാണ്.